Good morning, dears. Today with the chapter Exploration Entering the World of Secondary Science in 9th CBSE first chapter. Okay. Science means exploring the world. Okay. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ സയൻസിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രോ ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ സയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വേൾഡ് എക്സ്പ്ലോറേഷൻ ആണ് അല്ലേ, എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സയൻസ് എന്ന് പറയുന്നത് തന്നെ. ഓക്കെ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് തന്നെ എങ്ങനെയാണ്, എക്സ്പ്ലോറേഷൻ എൻ്റർ ഇൻ ദ വേൾഡ് ഓഫ് സെക്കൻഡറി സയൻസ്. ഇതാണ് ചാപ്റ്ററിൻ്റെ നെയിം. ഓക്കെ. ബിഫോർ യു സ്റ്റഡി ദ ചാപ്റ്റർ, make the chapter into different parts. Okay, different subheading. Okay, in this chapter we can study that how science work, how scientific think, why do we study science, facts or more, etc. something. Okay. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനെ നമ്മൾ കുറച്ച് സബ് ഹെഡിങ് ആയിട്ട് തിരിക്കാൻ പോവാണ്. അതായത് ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകാന്നുള്ളതാണ് ഒന്ന്. The first one is science as exploration. Then second one is scientific models. Then precise language, symbols and units. Mathematics is in science, laws, theories and principles, prediction and testable questions, science correct itself, estimation and rough reasoning, branches working together, സയൻറ്റിഫിക് സൈനിങ് ഇൻ ഡെയിലി ലൈഫ്. ഓക്കെ. ഇത്രയും സിമ്പിൾ ടോപ്പിക്കുകളാക്കി മാറ്റിയിട്ടുണ്ട് ഈ ഒരു ചാപ്റ്ററിനെ. ദിസ് ഈസ് എൻ ഇൻട്രോ ചാപ്റ്റർ, അതായത് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, സയൻസിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് സയൻസ് ഈസ് എക്സ്പ്ലോറേഷൻ ആണ്. ഇറ്റ്സ് ലൈക്ക് എ ഡിഗിങ്. അതായത് സയൻസ് ഈസ് നോട്ട് എ ക്വസ്റ്റ്യൻ വാട്ട്, ഓൺലി വാട്ട്, നോട്ട് എ വാട്ട് ക്വസ്റ്റ്യൻ. It is all about asking how, why the questions and to finding the answers, digging into the deeply. അതായത് ഇതിൻ്റെ സയൻസ് എന്ന് പറയുന്നത് വാട്ട്, അതായത് എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമല്ല അല്ലേ. നമുക്കറിയാം നമ്മൾ ഏതൊരു സാധനം, അതായത് പിന്നെ നമ്മൾ ഗിവൺ ആൻ എക്സാമ്പിൾ, പ്ലാന്റിലെ ലീഫിൻ്റെ കളർ ഗ്രീൻ ആണെന്ന് പറയുന്ന സമയത്ത് നമ്മൾ പിന്നെയും അതിനെ ഡിഗിങ് ഡീപ്ലി, അതായത് അതിനെ നമ്മൾ വീണ്ടും ഡീപ്പായിട്ട് ചോദിക്കുകയാണ് അല്ലേ, അല്ലെങ്കിൽ ഡീപ്പായിട്ട് പരിശോധിക്കും. എങ്ങനെ, വൈ, എന്തുകൊണ്ടാണ് അതിന് ആ ഒരു പ്ലാന്റിന് ഗ്രീൻ കളർ വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കതിൻ്റെ എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻസ്, ഹൗ, എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്, വൈ, ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ടു ഫൈൻഡിങ് ദ ആൻസേഴ്സ്. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ഡീപ്ലി അതിനെ പഠിച്ച് അതിനെ ഡീപ്ലി പല കാര്യങ്ങളും പഠിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നമ്മൾ അതിനുള്ള ആൻസർ കണ്ടെത്തും അല്ലേ. അതാണ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞ ഡെഫിനിഷൻ ഇതാണ്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ആസ്കിങ് ഹൗ, വൈ, ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ടു ഫൈൻഡിങ് ദ ആൻസേഴ്സ്, ഡിഗിങ് ഡീപ്ലി അല്ലെങ്കിൽ ഡിഗിങ് ഇൻ ടു ദി കോൺസെപ്റ്റ്. ഇതാണ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യം കിട്ടിയാലും എന്ത് ചെയ്യാണ്, അതിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. പിന്നെ അതിലേക്കുള്ള നമ്മൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ടെസ്റ്റാണ്, അല്ലെങ്കിൽ നമ്മളതിനെ എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ദെൻ ലാസ്റ്റ് ഫൈനലി നമ്മളതിൻ്റെ റീസണിങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് അതൊരു കൺക്ലൂഷനിലെത്തുന്നു അല്ലേ. അങ്ങനെയാണ് നമ്മളൊരു സയൻസിലൊരു പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ. ഇനി ഹൗ ടു ഫൈൻഡ് ഔട്ട് അല്ലേ, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കൺക്ലൂഷനിലെത്തുക. നമുക്കെങ്ങനെ വായോട് പറഞ്ഞുകൊണ്ട് കൺക്ലൂഷനിലെത്താൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് ഡീപ്പായിട്ട് ഇതിലേക്ക് ഇറങ്ങുക. ഹൗ ടു യു ഫൈൻഡ് ഡിഗിങ് ഡീപ്പ് ഇൻ ടു ദി കോൺസെപ്റ്റ്. എങ്ങനെയാണ് നമ്മൾ എത്തുക. ഇറ്റ് ഈസ് ബൈ മാഗ്നിഫയിങ് ഗ്ലാസ് ആൻഡ് കോമ്പസ് അല്ലേ. അതായത് മാഗ്നിഫയിങ് ഗ്ലാസും യൂസ് ചെയ്യുന്നു, അതുപോലെ കോമ്പസും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങളിൽ ഡിഗിങ് ഡീപ്ലി. ഓക്കെ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ പറയാറുണ്ട് അല്ലേ, സ്കൈയുടെ കളർ ബ്ലൂ ആണെന്ന് പറയാറുണ്ട്. അതേപോലെ ഇപ്പം ഞാൻ പറഞ്ഞ പ്ലാന്റിൻ്റെ കളർ പറയാറുണ്ട് അല്ലേ, ലീഫിൻ്റെ കളർ പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം മാഗ്നിഫയിങ് ഗ്ലാസിൻ്റെ എന്താണ്, എങ്ങനെയാണ് മാഗ്നിഫയിങ് ഗ്ലാസ് കൊണ്ടുള്ള യൂസ് എന്താണ് അല്ലേ. നമുക്കറിയാം മാഗ്നിഫയിങ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ കെയർഫുൾ ഒബ്സർവേഷൻ ആണ് അല്ലേ. പല കാര്യങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാഗ്നിഫയിങ് ഗ്ലാസ് യൂസ് ചെയ്യുന്നത്. മാഗ്നിഫയിങ് ഗ്ലാസ് മീൻസ് കെയർഫുൾ ഒബ്സർവേഷൻ. വാട്ട് ഈസ് ദ ഹിഡൻ മീൻ ബിഹൈൻഡ് ദാറ്റ്, അതായത് ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന മീനിങ് എന്താണെന്നുള്ളത് നമുക്ക് ഇലാബറേറ്റ് കാണണമെങ്കിൽ നമ്മൾ മാഗ്നിഫയിങ് ഗ്ലാസ് യൂസ് ചെയ്യണം. Okay, observe the word closely, ask the questions with a purpose, test ideas using evidence, revise ideas when needed. Then the second one is compass.
അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ ഒബ്സർവ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, അത് എങ്ങനെ ഏത് പാത്തിലൂടെ പോയിട്ടാണ് നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് അറിയണമെങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ കോമ്പസ്, അല്ലേ? കോമ്പസ് എന്താ സംഭവിക്കുന്നത്, ഇറ്റ് ഈസ് റെപ്രസെൻറ്റ് ഡയറക്ഷൻ, ദ ക്ലിയർ പാത്ത്, ടു ഫൈൻഡ് ഔട്ട് ദ ക്ലിയർ പാത്ത്. ഓക്കെ, യു ഷുഡ് ഹാവ് എ ക്ലിയർ പാത്ത് ടു ഫൈൻഡ് ദ ആൻസേഴ്സ് ഇൻ സയൻസ്. സയൻസിൽ ആൻസർ കണ്ടെത്താനുള്ള ആ ഒരു ക്ലിയർ പാത്ത് കണ്ടുപിടിക്കുന്നത് കോമ്പസ് വഴിയാണ്. അപ്പോൾ കോമ്പസ് എന്താണ്, കോമ്പസ് ഡയറക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. ആസ്കിങ് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഫൈൻഡിങ് ദ ആൻസേഴ്സ്. ഓക്കെ, ആസ്കിങ് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഫൈൻഡിങ് ദ ആൻസേഴ്സ് ആണ് നമ്മൾ കോമ്പസ് പറയുന്നത്. അതായത് മാഗ്നിഫൈങ് ഗ്ലാസ് കെയർഫുൾ ഒബ്സർവേഷൻ ആണ്, കോമ്പസ് ഡയറക്ഷൻ ആണ്. ഓക്കെ, ദ ക്ലിയർ പാത്ത്, ടു ഫൈൻഡ് ഔട്ട് ദ ക്ലിയർ പാത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ദെൻ സെക്കൻഡ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് മോഡൽസ് ആണ്, അല്ലേ? നമ്മുടെ എല്ലാ സയൻസിൽ ഏതൊരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മോഡൽസ് കാണാൻ പറ്റും. എ മോഡൽ ഈസ് എ സിംപ്ലിഫൈഡ് വേ ഓഫ് ലുക്കിംഗ് എ റിയൽ സിസ്റ്റം, അല്ലേ? അപ്പോൾ എന്തിനാണ് മോഡൽ, എന്തുകൊണ്ടാണ് മോഡൽ യൂസ് ചെയ്യുന്നത്? ദ നേച്ചുറൽ വേൾഡ് ഈസ് ടു കോംപ്ലക്സ്, അല്ലേ? നമ്മുടെ ഈ വേൾഡ് എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്താണ്, ഒരു ചെറിയ രീതിയിൽ ഒരു മോഡലിലൂടെ പഠിക്കാൻ പോവാണ്. ഗിവൺ ആൻ എക്സാമ്പിൾ, ഒരു ഗ്ലോബ് എടുക്കുക, ഒരു എർത്ത് ഒരു നമ്മുടെ ഭൂമിയുടെ ഒരു ഗ്ലോബ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ എല്ലാ കോണ്ടിനെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും, അല്ലേ? ഒരു വേൾഡ് മാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അതിൽ കാണാൻ പറ്റും, അല്ലേ? അത് ഇന്ന ഭാഗത്ത് ഇന്നതാണ്, ഇന്ന കോണ്ടിനെൻ്റ് ആണുള്ളത്, അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതെന്താണ്, അതൊരു മോഡലാണ്. അതായത് ഒരു വലിയ കോംപ്ലക്സിറ്റിനെ എന്ത് ചെയ്യാണ്, സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ മോഡൽ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ സയൻസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കെമിസ്ട്രിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ആറ്റത്തിനെ പറയാം, അല്ലേ? ആറ്റത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ചെറിയ ചെറിയ സിമ്പിൾ ബോൾസ്, അല്ലേ? ബോൾസ് പോലെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് നമ്മളതിൽ ബോണ്ടഡ് കാണിക്കാറുണ്ട്, അല്ലാണ്ട് കാണിക്കാറുണ്ട്, ഒക്കെ നമുക്ക് കെമിസ്ട്രിയിലൊക്കെ കാണിക്കാറുണ്ട്, അല്ലേ? ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ ഒരു ബാറ്റ്സ്മാനെ കാണുന്നുണ്ട്, അല്ലേ? നമ്മളിവിടെ കാണാറുണ്ട്, ഒരു ബാറ്റ്സ്മാനെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബാറ്റ്സ് കൊണ്ട് അയാൾ എന്ത് ചെയ്യാണ്, അയാൾ ബോളിനെ ഹിറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ബാറ്റ്സ്മാൻ ഹിറ്റിംഗ് ദ ബോൾ. അപ്പോൾ ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, ആ ബോൾ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഓക്കെ, അപ്പോൾ സപ്പോസ് he is a cricketer, he is hitting the ball with a bat. So if you want to find out whether the ball crosses the boundary without touching ground, okay, how do you find out? എങ്ങനെയാണ് ഇദ്ദേഹം മനസ്സിലാക്കുക? അതായത് ഇദ്ദേഹം ഒരു ബോളിനെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്താണ്, ഒരു ബാറ്റ്സ്മാൻ എപ്പോഴും, ഒരു ക്രിക്കറ്റർ എപ്പോഴും ആ ഒരു ബോള് നമ്മുടെ ബൗണ്ടറിക്ക് അപ്പുറത്ത് പോയോ, അതായത് ഗ്രൗണ്ട് ടച്ച് ചെയ്യാതെ പുറത്തേക്ക് പോയോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഏത് മോഡലാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. വാട്ട് ബേസിസ് യു വിൽ പ്രഡിക്റ്റ് ദിസ്, അതായത് അത് 6 ആണോ അത് 4 ആണോ എന്നൊക്കെ എങ്ങനെയാണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുക? യു വിൽ ഹാവ് ടു ഗസ് ദിസ് പെർട്ടിക്കുലർ. നമുക്കൊരിക്കലും അതൊരു ഗസ്സിൻ്റെ പുറത്ത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. വെദർ ദ ബോൾ ക്ലോസസ് ദ ബൗണ്ടറി ഓർ നോട്ട് ഈസ് ബേസ്ഡ് ഓൺ ദ മാസ് ഓഫ് ദി ബോൾ, അല്ലേ? നമുക്ക് എങ്ങനെ തീരുമാനിക്കാൻ പറ്റുക? ആ ബോളിൻ്റെ മാസ്, അല്ലേ? അതായത് മാസ് ഓഫ് ദി ബോൾ നോക്കാം, സ്പീഡ് ഓഫ് ദി ബോൾ നോക്കാം, ഡയറക്ഷൻ ഓഫ് ദി ഷോട്ട്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മളത് എന്ത് ചെയ്യുക, അതൊരു അത് നമ്മൾ ആ ഒരു കൺസെപ്റ്റിൽ എത്തിച്ചേരുക. ഓക്കെ, അതല്ലാതെ നമ്മൾ ഇഗ്നോർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ അവിടെ നോക്കുന്നത്, ഒരു ബാറ്റ്സ്മാൻ, ഒരു ക്രിക്കറ്റർ ബോൾ കളിക്കുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ബാറ്റിൻ്റെ ബ്രാൻഡാണോ നോക്കുക? നോ. കളറാണോ നോക്കുക ബോളിൻ്റെ? നോ. അതല്ല ഫീൽഡിലുള്ള ആ ഒരു ഗ്രാസ് ആണോ നോക്കുക? അല്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് മാസ് ഓഫ് ദി ബോൾ, സ്പീഡ് ഓഫ് ദി ബോൾ, ഡയറക്ഷൻ ഓഫ് ദി ഷോട്ട്. അതേപോലെ നമ്മൾ ഇഗ്നോർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ബ്രാൻഡ് ഓഫ് ദി ബാറ്റ്, കളർ ഓഫ് ദി ബോൾ, ഗ്രാസ് ഓഫ് ദി ഫീൽഡ്. ഇനി അതിൻ്റെ കൂടെ എക്സ്ട്രാ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീടുള്ള കാര്യങ്ങളാണ് എന്ത്? എയർ റെസിസ്റ്റൻസ്, അല്ലേ? എയർ ഫാസ്റ്റ് ആയിട്ടാണോ വന്നത്, സ്ലോ ആയിട്ടാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതേപോലെ സ്പിൻ ഓഫ് ദി ബോൾ, സീം സ്റ്റിച്ചിങ്, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതാണ് മോഡൽസിൽ അവിടെ
പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പം നമ്മളൊരു വീടൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വീട്ടിനുള്ളിലേക്ക് അതായത് ഇൻറ്റീരിയറും പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളിൽ ചെയ്യാറുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ വീട് എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മളൊരു പ്ലാനിൽ ഉൾപ്പെടുത്തോ ഇല്ല. ആദ്യം എന്താ ചെയ്യുക, ഒരു സിമ്പിൾ മോഡൽ, ഒരു വീടിൻ്റെ മോഡലാണ് തരിക. അതെന്ത് ചെയ്യുകയാണ്, പിന്നീട് നമ്മളത് ഇലാബറേറ്റ് ചെയ്ത് നല്ല വലിയതാക്കി മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഓർ സയൻറ്റിസ്റ്റ് യൂസ് മോഡൽസ് ടു സിംപ്ലിഫൈ ഡിഫിക്കൽട്ട് തിങ്സ് അല്ലേ. നമ്മളിപ്പോൾ ഒരു ഹാർട്ടിൻ്റെ പിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഹാർട്ടിൻ്റെ മുഴുവൻ കാര്യങ്ങളും പഠിക്കുക. എന്താണ് 4 ചേമ്പേഴ്സ് ഉണ്ടെന്നും അതിൽ ഇത്ര ആർട്ടറീസ് ഉണ്ട്, ഇത്ര വെയിൻസ് ഉണ്ട്, ഇത്ര വാൾവുകൾ പ്രസൻ്റ് ആണെന്നും ഒക്കെ പഠിക്കുക ഒരു സിമ്പിൾ മോഡൽ വെച്ചിട്ടാണ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പറയണത് സയൻസ് ഹാസ് എ പ്രിസൈസ് ലാംഗ്വേജ് എന്നാണ് അല്ലേ. അതായത് നമുക്കറിയാം എവറി വേർഡ് സിമ്പിൾ ആൻഡ് യൂണിറ്റ് മാറ്റേഴ്സ് ഇൻ സയൻസ് വേർഡ് മസ്റ്റ് ബി ക്ലിയർ ആൻഡ് അൺആംബിഗ്യുവസ്. അൺആംബിഗ്യുവസ് മീൻസ് വിത്തൗട്ട് എനി ഡൗട്ട് എന്നാണ്. അതായത് ഒരു ഡൗട്ട് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യണം, സിമ്പിളുകളും ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയുന്ന ഒരു കാര്യമാണ് ഇൻ എ നോർമൽ പേഴ്സൺ അല്ലേ. ഒരു നോർമൽ പേഴ്സണിൽ എന്താണ് ഹു ഡസ് നോട്ട് നോ എനിത്തിങ് അബൌട്ട് ഇൻ ദ സയൻസ്, അതായത് ഒരു സയൻസ് അറിയാത്തൊരു നോർമൽ പേഴ്സണിൻ്റെ കേസിൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് ദ നോർമൽ പേഴ്സണിൻ്റെ സെൻസിൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഡൂയിങ് എനി ആക്ടിവിറ്റി അല്ലേ, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കലാണ് വർക്ക് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മുടെ സയൻസിൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആൻഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇനി സെല്ലാണെങ്കിലോ, സെല്ല് നമുക്ക് അറിയാം, ഞാൻ നോർമൽ പേഴ്സണ് സെല്ല് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഫോണിലെ സ്മാൾ റൂമിനും അതേപോലെ ഫോണ് അതിനൊക്കെ നമ്മൾ സെല്ല് എന്ന് പറയും. പക്ഷേ ഇനി സയൻസിലാണെങ്കിലോ അതിന് വേറൊരു മീനിങ് ആണ് അല്ലേ. സെൽ ഈസ് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്, അതാണ് സെല്ല് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സെല്ലിങ് സംതിങ് വിച്ച് ആർ ദീസ് അവർ ബോഡി ഡൂയിങ് എ ലോട്ട് ഓഫ് വർക്ക് ഇൻ അവർ ലൈഫ്. ഓക്കെ, ഫോർ അവർ ലൈഫ്. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെയും മീനിങ് ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ്. ഇനി റിയാക്ഷൻ ആണെങ്കിലോ, ഫോർ എ നോർമൽ പേഴ്സൺ റിയാക്ഷൻ മീൻസ് യു വിൽ റിയാക്ട് വയലൻ്റ്ലി. ദാറ്റ് ഈസ് വൺ ടൈപ്പ് ഓഫ് റിയാക്ഷൻ. ബട്ട് ഇൻ ദ അത് അല്ലെങ്കിൽ ഏതെങ്കിലും ഫീലിങ്ങിനെയാണ് നമ്മൾ റിയാക്ഷൻ എന്നൊക്കെ പറയാം അല്ലേ. ഫീലിംഗ് വരിക, സാഡ്, അതേപോലെ അങ്ങ് റിയാക്ട് ചെയ്യുക, വയലൻ്റ് ആവുക, അതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, റിയാക്ഷൻ എന്ന് പറയാം നോർമൽ കേസിൽ. പക്ഷേ ഇനി സയൻസിലാണെങ്കിലോ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ടു ഓർ മോർ സബ്സ്റ്റൻസ് കമ്പൈൻ ടു ഫോം എ ന്യൂ പ്രൊഡക്റ്റ്, ദാറ്റ് ഈസ് കെമിക്കൽ ചേഞ്ച്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. മിക്സിങ് 2 കെമിക്കൽസ് ഗെറ്റിംഗ് ആഫ്റ്റർ ന്യൂ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ്ഡ്, അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക, കെമിക്കൽ ചേഞ്ച് എന്ന് വിളിക്കുക. അതിനെയാണ് നമ്മൾ റിയാക്ഷൻ ഇൻ ദ കേസ് സയൻസിൽ നമ്മൾ പറയാം. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ ഫോഴ്സ് പറയുകയാണെങ്കിൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ദാറ്റ് മീൻസ് സ്ട്രെങ്ത് അല്ലേ. ഇൻ ദ കേസ് ഓഫ് നോർമൽ പേഴ്സൺ സ്ട്രെങ്ത് ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ എന്താണ്, ബട്ട് ഇൻ ദ സയൻറ്റിഫിക് പുഷ് ഓർ പുള്ളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫോഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് നമുക്കിവിടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് അവോയ്ഡ് കൺഫ്യൂഷൻ എന്നുണ്ട് അല്ലേ. അതായത് നമുക്ക് സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ഉണ്ടാവും, എല്ലാത്തിനും യൂണിറ്റ്സുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഒരേപോലെയുള്ള യൂണിറ്റുകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് സ്റ്റാൻഡേർഡ് യൂണിറ്റ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. എല്ലായിടത്തും ഒരേപോലെയുള്ള യൂണിറ്റുകൾ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അതാണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എവരിബഡി നമുക്കറിയാം എവരിബഡി ഇൻ ദ വേൾഡ് മസ്റ്റ് ഫോളോ ദ സെയിം യൂണിറ്റ്. ഓക്കെ, പക്ഷേ നമ്മളിപ്പോൾ സെയിം യൂണിറ്റ് അല്ല എല്ലായിടത്തും യൂസ് ചെയ്യണതെങ്കിൽ എന്തുണ്ടാവും, ഒരുപാട് ഡിഫറൻസുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കവിടെ കറക്ഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലേ. ഗിവൺ ആൻ എക്സാമ്പിൾ, ഇന്ത്യയിൽ 1 kg എന്ന് പറഞ്ഞാൽ, ഞാനൊരു എക്സാമ്പിൾ പറയാണ്, ഇന്ത്യയിൽ 1 kg എന്ന് പറഞ്ഞാൽ 1000 gram ആണെങ്കിൽ 1 kg എന്ന് പറഞ്ഞാൽ 1000 gram ആണെന്ന് വിചാരിക്കുക. ഓക്കെ, വേറെ ഏതെങ്കിലും കൺട്രിയിൽ അതൊരു 500 gram ആണെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഇമാജിൻ ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാൽക്കുലേഷൻ കറക്റ്റ് ആവോ. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പെട്രോള് അല്ലേ, എന്താ പറയുക, എയറോപ്ലെയിന് വണ്ടിക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എയറോപ്ലെയിൻ, ഗിവൺ ആൻ എക്സാമ്പിൾ ഒരു എയറോപ്ലെയിൻ എടുക്കുകയാണ്. ഈ എയറോപ്ലെയിന് നമ്മൾ എന്താണ്
വൺ പ്ലേസ് ടു സ്റ്റോപ്പ് റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വേറൊരു പിന്നെ കൺട്രിയിലേക്ക് റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എയറോപ്ലെയിൻ നിർത്തുകയാണെന്ന് വിചാരിക്കും. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ. അപ്പോൾ ഒരു സ്ഥലത്ത് 1 kg എന്ന് പറഞ്ഞാൽ 1000-ഉം ഇവിടെ അടുത്ത കൺട്രിയിൽ 500 gram ആണെങ്കിൽ അവിടെ ഒരിക്കലും ആ ഒരു പിന്നെ മെഷർമെൻറ്റ് എന്താവില്ല, റെഡി ആവില്ല അല്ലേ. അപ്പോൾ വൈ ഷുഡ് 1 kg മീൻ ദ സെയിം എവരിവർ മെഷർമെൻറ്റ് മസ്റ്റ് ബി ബേസ്ഡ് ഓൺ അഗ്രീഡ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരേപോലെ ആണെങ്കിലല്ലേ നമുക്കത് മെഷർമെൻറ്റ് സെറ്റ് ആവുള്ളൂ. ഓരോ സ്ഥലത്തും ഡിഫറെൻ്റ് ആണെങ്കിൽ ഒരിക്കലും മെഷർമെൻറ്റ് സെറ്റ് ആവില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ മാസിന് കിലോഗ്രാം എന്നും ഡിസ്റ്റൻസിന് മീറ്റർ എന്നും അതേപോലെ വോളിയത്തിന് ലിറ്റർ എന്നും ഒക്കെയാണ് നമ്മൾ സിമ്പിൾ അല്ലേ അതിന് മെഷർമെൻറ്റിന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എവരി വൺ ഷുഡ് യൂസ് ദ സെയിം യൂണിറ്റ്, അതർവൈസ് മിസ്റ്റേക്സ് ഹാപ്പൺ എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ മിസ്റ്റേക്സ് തീർച്ചയായിട്ടും സംഭവിക്കും അല്ലേ. അപ്പോൾ ഇഫ് ക്യാൻ റെപ്രസെൻറ്റ് സോ മെനി തിങ്സ് ഇൻ സയൻസ് ഇൻ ദ ഫോം ഓഫ് മാത്തമാറ്റിക്കൽ ഫോർമുല. അതായത് സയൻസും മാത്സും എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഒരു കോ സിസ്റ്റേഴ്സിനെ പോലെയാണ്, സിബ്ലിങ്സിനെ പോലെയാണ്. കാരണം സയൻസിലെ പല കാര്യങ്ങളും എന്താണ്, മാത്സ് റിലേറ്റഡ് ആണ് അല്ലേ. ഗിവൺ എൻ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ യു ക്യാൻ റെപ്രസെൻറ്റ് സോ മെനി തിങ്സ് ഇൻ സയൻസ് ഇൻ ദ ഫോം ഓഫ് മാത്തമാറ്റിക്കൽ ഫോർമുല. ഫോഴ്സ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഫോഴ്സ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഇൻ ദ ഫോം ഓഫ് മാത്തമാറ്റിക്കൽ ഫോർമുല. ഓക്കെ, സോ മെനി ഇക്വേഷൻസ് റെപ്രസെൻറ്റഡ് ഓർ എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് മാത്തമാറ്റിക്സ് ഓർ സയൻറ്റിഫിക് ഫോർമുലകളൊക്കെ എന്താണ്, മാത്തമാറ്റിക്സിന് റിലേറ്റഡ് ആണ്. സോ മാത്തമാറ്റിക്സ് ഈസ് ആക്ച്വലി എ ലാംഗ്വേജ് ഓഫ് സയൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ തിങ്സിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പയർ, റിസൾട്ട് ചെയ്യുക ആൻഡ് പ്രഡിക്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മളെ മാത്തമാറ്റിക്സ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് സയൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ അടുത്തതാണ് ഓക്കെ, ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ വാട്ട് സയൻറ്റിഫിക് ക്വാണ്ടിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ സിമ്പൽ എം. എമ്മിനെ നമ്മൾ സാധാരണ നോർമൽ ഇതിലുള്ള എമ്മോ എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു ആൽഫബറ്റ് മാത്രമാണ് അല്ലേ. പക്ഷേ സയൻസിൽ അതിനെ നമ്മൾക്ക് മാസ എന്നാണ്, മാസമായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അതേപോലെ വീനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് വെലോസിറ്റി ആണ് അല്ലേ, ഫിസിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ പിന്നെ എഫിനെ ഫോഴ്സായിട്ടാണ് നമ്മൾ കാണുക അല്ലേ. അതേപോലെ ഇലക്ട്രിക് കറണ്ട് ഐ എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറ്. അപ്പോൾ ഇതൊക്കെ സിമ്പിളൊക്കെ വെറുതെ ഇടുന്നതല്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ ലോസും തിയറീസും ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്കറിയാം, നമ്മളൊരു കാര്യത്തിൽ എത്തിച്ചേരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ലോസുകൾ ഉണ്ടാവും അല്ലേ. നമ്മൾക്ക് പറയാം, ന്യൂട്ടൻ്റെ 3rd law നോക്കുകയാണെങ്കിൽ എവരി ആക്ഷൻ ദർ ഈസ് എൻ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ. നമ്മൾക്ക് അറിയാതെ scientists identify the concept and they have observed every reaction there is an opposite or equal reaction എന്നാണ് അല്ലേ. ദാറ്റ് ഈസ് എ പാറ്റേൺ. അതായത് നമുക്ക് സംഭവിക്കുന്നതൊക്കെ ഒരു പാറ്റേൺ ആണ്, അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള തിങ്സ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ആപ്പിളിൻ്റെ മുകളിലേക്ക് പറഞ്ഞാൽ തീർച്ചയായിട്ടും താഴേക്ക് വരും അല്ലേ. ഗ്രാവിറ്റി നമ്മൾ പഠിച്ചതാണ്, അതൊക്കെ റെഗുലറാണ്, കാരണം അങ്ങനെയേ സംഭവിക്കുള്ളൂ അല്ലേ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് സയൻസിൽ ഒരു തിയറി ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ലോ ഉണ്ടാവും, ഡിസ്ക്രൈബ് വാട്ട് ഹാപ്പൻസ് റെഗുലർലി. അത് ലോ ഓഫ് മോഷൻ ആണ് അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് എന്തുണ്ടാവും, ഒരു തിയറി ഉണ്ടാവും. ആ തിയറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാവും, ആ തിയറീനെ ബേസ് ചെയ്തിട്ട് പ്രിൻസിപ്പിൾസും ഉണ്ടാവും. അതായത് ഒരുപാട് കീ പോയിൻറ്റ്സും എന്തുകൊണ്ടൊക്കെയാണ് അങ്ങനെ സംഭവിച്ചത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സർട്ടൻ റൂൾസ് ഉണ്ടാവും അല്ലേ. ദിയർ സർട്ടൻ റൂൾസ് ഉണ്ടാവും. എന്താ പറയുക, ആ റൂൾസും കോൺസെപ്റ്റൊക്കെ ഫോളോ ചെയ്തിട്ടായിരിക്കും നമുക്ക് ആ ഒരു കൺക്ലൂഷനിൽ എത്തുക. അപ്പോൾ ലോ ഉണ്ടാവും, ലോയിനെ ബേസ് ചെയ്തിട്ടൊരു തിയറി ഉണ്ടാവും. ഇതെങ്ങനെ സംതിങ് ഹാപ്പൻസ്, ഇതെങ്ങനെ സംഭവിക്കുന്നുള്ളതിനെ പറ്റിയിട്ടൊരു തിയറി ഉണ്ടാവും. അതേപോലെ തന്നെ പ്രിൻസിപ്പിളും ഉണ്ടാവും. ഓക്കെ, അതാണ് ലോസ്, തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞത്. ഓക്കെ, പിന്നെയുള്ളത് എസ്റ്റിമേഷനാണ്. നമുക്കറിയാം, നമ്മൾ ഏതിലായാലും മാത്സിലായാലും സയൻസിലായാലും നമ്മൾ എന്താണ്, സയൻസ് യൂട്ടിലൈസ് അപ്രോക്സിമേറ്റ് ആൻസേഴ്സ് വെൻ ആൻ എക്സാക്റ്റ് നമ്പർ ഈസ് നോട്ട് സ്ട്രിക്ട്ലി നെസസറി. അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ടു എൻഡ് വരെ ഏതൊരു കാര്യത്തിനും നമ്മൾ എന്തുണ്ടാവും, ഒരു മെഷർമെൻ്റ് ഉണ്ടാവും അല്ലേ, ഒരു എസ്റ്റിമേഷൻ ഉണ്ടാവും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, സയൻസ് ആസ് ഒരു എസ്റ്റിമേഷൻ ആണ് എന്നുള്ളത്. ഓക്കെ, അതായത് എന്തിനും നമുക്ക് എന്തുണ്ടാവും, ഒരു മെഷർമെൻ്റ് ഉണ്ടാവും. അപ്പോൾ സയൻസ് ഈസ് എൻ എസ്റ്റിമേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ സയൻസിൽ ദർ ഈസ് എ മിസ്റ്റേക്ക് ഇൻ സയൻസ് കോൺസെപ്റ്റ് ഇൻ സയൻസ് ദാറ്റ് ഗെറ്റ്സ് കറക്റ്റഡ് നെക്സ്റ്റ് കമ്മിങ് തിയറി. അതായത് നേരത്തെ പറഞ്ഞ നമ്മൾ തിയറി ഉണ്ടെന്നല്ലേ, ഇപ്പോൾ ഏതെങ്കിലും ഒരു തിയറിയിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ വേറൊരു തിയറി വന്നിട്ട് അതിനെ
ആ ഒരു മിസ്റ്റേക്കിനെ കറക്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ബ്രാഞ്ചുകളുണ്ട് സയൻസിൽ എന്ന് പറഞ്ഞു. ഒരുപാട് ബ്രാഞ്ചുകളുള്ളൊരു മേഖലയാണ് സയൻസ് എന്ന് പറഞ്ഞാൽ അല്ലേ. നമുക്ക് അറിയാം ലിവിങ്ങും നോൺ ലിവിങ്ങും അല്ലെങ്കിൽ എന്താണ് ആനിമൽസ്, പ്ലാന്റ്സ്, അങ്ങനെ ഒരുപാട് ബ്രാഞ്ചുകളുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സയൻറ്റിഫിക് വേ ഓഫ് ദിസ് എക്സ്പ്ലോറേഷൻ, അല്ലെങ്കിൽ നമ്മുടെ സയൻസിൻ്റെ ആ ഒരു എക്സ്പ്ലോറിങ് ദ വേൾഡ് ഇൻ സെക്കൻഡറി സയൻസ് എന്നുള്ള ചാപ്റ്ററിൽ സയൻസിൻ്റെ ടോട്ടൽ എക്സ്പ്ലോറേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എക്സ്പ്ലോർ ചെയ്യുക, എന്നിട്ട് ഹൗ ഓർ വാട്ട്, for why, so many questions and correct finding the answers. That is science. Okay.